കുറച്ചു നേരം അവൾ നിശബ്ദയായി തുടർന്നു. പിന്നെ ഹാളിലെ കസേരയിൽ ചെന്നിരുന്നു. രാവിലെ അനൂപ് അവളെ തട്ടി വിളിച്ചു. സൂസ, സൂസ. അവൾ പതിയെ കണ്ണു തുറന്നു. തുറന്ന പാടെ അവൾ ശ്രദ്ധിച്ചത് അവൻ്റെ കയ്യിലേക്കാണ്. നീ എവിടെ പോകുവാണ് അനൂപേ, ഈ ബാഗൊക്കെ ആയിട്ട്? ഞാനൊന്ന് എൻ്റെ വീട്ടിൽ പോകുവാണ്. നീ വരുന്നുണ്ടോ? നിന്റെ വീട്ടിലേക്ക് ഞാൻ എന്തിനാണ് വരുന്നത്? എനിക്ക് എൻ്റെ വീടുണ്ട്. ആയിക്കോട്ടെ. അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറയണോ? അമ്മയോട് ഞാൻ നിന്നെപ്പറ്റി എന്തെങ്കിലും പറയണോ അനൂപേ? വേണ്ട. എങ്കിൽ നീ ചെല്ല്. അതൊക്കെ പോട്ടെ, നീ എന്താണ് ഈ കസേരയിൽ കിടക്കുന്നേ? ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത്? ഉറങ്ങിയത് കട്ടിലിലാണ്, പക്ഷേ ഉണർന്നത് ദേ വാതിൽ തട്ടിയാണ്. അനൂപ് അവളുടെ അടുത്തിരുന്നു. പിന്നെ കുറച്ചു നേരം സൂസനെ തന്നെ നോക്കി. കുറേ നാളായിട്ട് ഇത് ഇല്ലായിരുന്നല്ലോ, വീണ്ടും വന്നോ? ഇപ്പോൾ ഇതിന് കാരണം എന്താണ്? അറിയില്ല. എനിക്കറിയാം, നീ അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോയതൊക്കെ ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഇനി ഞാൻ എങ്ങനെ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വീട്ടിൽ പോകും? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ പൊയ്ക്കോ. രാത്രി നീ വല്ലയിടത്തും ഇറങ്ങി പോയാലോ? എന്തിനാ? എത്ര നാൾ എല്ലാവരും എനിക്ക് വേണ്ടി കാവലിരിക്കും? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തനിയെ അതിജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അത് റിസ്ക് ആണ്. അതൊന്നും വേണ്ട. അത് വേണം. നീ പൊയ്ക്കോ. എൻ്റെ ഈ തീരുമാനം ഭാവിയിൽ എനിക്ക് തന്നെ ഗുണമായി തീരും. അതുകൊണ്ട് നീ ഈ തവണയും എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അത് വേണോ? എനിക്കൊരു സമാധാനവും കിട്ടില്ല. വേണം. നീ പൊയ്ക്കോ. പുറത്ത് നല്ല തണുപ്പാണ്. നീ പനിയൊന്നും വരുത്തി വെച്ചേക്കല്ലേ. അതിനു മാത്രം തണുപ്പൊന്നുമില്ല. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാകും. സൂക്ഷിച്ചോളണേ. പോടാ. എങ്കിൽ ശരി, ഞാനിനി നമ്മുടെ അടുത്ത പിറന്നാളിന് വരാം. അനൂപ് ഇതും പറഞ്ഞുകൊണ്ട് ആ വീട്ടിന് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് അവൾ നോക്കിക്കൊണ്ട് നിന്നു. അവൻ ഇപ്പോഴും 16 വയസ്സ് തന്നെയാണ്. പക്ഷെ സംസാരിക്കുന്നത് കേട്ടില്ലേ, 25 വയസ്സുകാരനെ പോലെ. ഞാൻ നിന്നോട് ദേഷ്യത്തിലാണോ സംസാരിക്കുന്നത്? എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നെ തനിച്ചാക്കി പോകുവല്ലേ? അവളുടെ കണ്ണുകൾ അവനോട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭൂമിയിൽ പതിയാത്ത അവൻ്റെ കാലുകൾ കണ്ടപ്പോൾ പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥകളിലെ ആത്മാക്കളുടെ കാര്യം അവൾ ഒരു നിമിഷം ഓർത്തുപോയി. ഹലോ സൂസൻ. രാവിലെ പതിവില്ലാതെ അവളുടെ ഫോണിൽ ഒരു സന്ദേശം വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അമ്മയെ കാണാൻ പോകണം, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെ നേരെ കുളിക്കാൻ പോയി. ഷവർ ഓൺ ചെയ്ത് കുറേ നേരം അവൾ അവളുടെ അമ്മയെ തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. എങ്ങനെ അമ്മയോട് സംസാരിക്കും? കുറേ നാളായി അവൾ അമ്മയെ കണ്ടിട്ട്. അമ്മയ്ക്ക് എന്നെ ഓർമ്മ കാണുമോ? ഇനി മറന്നു കാണുമോ? ഏയ്, ഓർമ്മ കാണും. അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നാണോ? ഞാൻ പോകണം. ഇത്തവണ ഉറപ്പായും പോകണം. എല്ലാം തുടങ്ങണം. അതിനു മുമ്പ് അമ്മയെ കാണണം. കണ്ടേ പറ്റൂ. കാറ് വേണ്ട. അവൾ കാറിൻ്റെ ഡോർ അടച്ചു. പിന്നെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവൾക്ക് എന്തോ ചെറിയൊരു പേടി മനസ്സിലുണ്ടായിരുന്നു. ഇനി അമ്മയെങ്ങാനും അവളെ ഓർമ്മയില്ല എങ്ങാനും പറഞ്ഞാൽ. ഓരോന്ന് ആലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. കുറേ നേരമായി അവൾ ആ ബസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സൂസൻ അവളുടെ കയ്യിലേക്കൊന്ന് നോക്കി. വാച്ച് എടുത്തില്ല. ഒടുക്കത്തെ മറവിയാണ്. അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് സമയം നോക്കി. മെസ്സേജോ? അവൾ ഒന്ന് അതിശയിച്ചു. അതും അവൾ ഒരുപാട് അടുപ്പമുണ്ടായിരുന്ന ഒരാളിൽ നിന്നും. ഇത് അവൻ്റെ മെസ്സേജ് തന്നെയാണോ? ഇവൻ എന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ? പിന്നെ ഇത് എന്ത് മെസ്സേജാ? ചിലപ്പോൾ കല്യാണം വിളിക്കാനായിരിക്കും. തുറന്നു നോക്കണ്ട സൂസൻ. അത് പിന്നെ നിന്നെ വീണ്ടും വിഷമിപ്പിക്കും. അവൾ ഫോൺ തിരികെ ബാഗിൽ വെച്ചു. സമയം നോക്കിയായിരുന്നോ? എനിക്ക് മേല ഇനി ഫോൺ എടുക്കാൻ. പിന്നെങ്ങാനും സമയം നോക്കാം. നാശം. അവൾ വീണ്ടും ബാഗിൽ നിന്നും ഫോൺ എടുത്തു. പിന്നെ സമയം നോക്കി. പക്ഷേ മനസ്സപ്പോഴും ആ മെസ്സേജിൽ തന്നെയായിരുന്നു. കുറച്ചു നേരത്തെ ആലോചന ശേഷം രണ്ടും കൽപ്പിച്ച് അവൾ ആ മെസ്സേജ് തുറന്നു. സൂസൻ, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. നമ്മുടെ ആ പഴയ പ്രണയം നീ ഓർക്കുന്നില്ലേ? ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണം, കുറേ സംസാരിക്കണം. ലവ് യു സൂസൻ. അവൾ ആ സന്ദേശം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വായിച്ചു. സന്തോഷമാണോ? അറിയില്ല. നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നൊരു തോന്നൽ അവളിലുണ്ടായി എന്നതാണ് സത്യം. കാണണോ വേണ്ടയോ? അവൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. വേണ്ട എന്നവൾ പിറുപിറുത്തു. എന്നാൽ മനസ്സ് പോകാൻ കൊതിക്കുകയായിരുന്നു. ആദ്യം അമ്മയെ കാണണം, പിന്നെ തീരുമാനിക്കാം ബാക്കിയൊക്കെ. അവൾ ഫോൺ തിരികെ ബാഗിൽ വെച്ചു. വൈകുന്നേരമായി. അവൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നേരെ അവൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹലോ ഡോക്ടർ. അവർ വാതിൽ തുറന്നു. മുറിക്കുള്ളിലേക്ക് കടന്നു. അവളെ കണ്ട് ഡോക്ടർ ഒന്ന് ഞെട്ടി. ആഹാ, ഇതാരാ? സൂസണോ? എന്താ ഈ വഴിക്ക്? വാ, ഇരിക്ക്. അവൾ കസേരയിലിരുന്നു. പിന്നെ ഒന്ന് പരിങ്ങി ചോദിച്ചു. അമ്മ? അമ്മ? അമ്മയ്ക്കെന്താ? അല്ല, ഞാൻ അമ്മയൊന്ന് കാണാൻ. ആരുടെ? അയാളൊന്ന് ചിരിച്ചു. എൻ്റെ അല്ലാതെ ആരുടെ? ഉള്ള അമ്മയെ കാണാൻ വന്നതാണോ? സൂസന് 1 വർഷം മുമ്പേ വരാൻ പറ്റുമോ? എങ്കിൽ അമ്മയെ കാണാം. ഡോക്ടർ ആളെ കളിയാക്കുവാണോ? അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നു സൂസൻ. എത്ര ആളുകളെ ഞാൻ ഡെയിലി കാണുന്നതാണ്. എന്നിട്ടും ഞാൻ തൻ്റെ പേര് ഓർത്തിരുന്നല്ലോ എന്ന്. സൂസൻ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് അമ്മയെ ഒന്ന് കാണണം.